റാഗി പൊടി കൊണ്ട് പുട്ട്, ദോശ ഇവയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. പുട്ട് പലതരത്തിലുണ്ടാക്കാറുണ്ട്. റാഗി വെച്ചുണ്ടാക്കിയാൽ വളരെ നല്ലതാണ്, വിശപ്പും മാറും. അതുപോലെ തന്നെ ഷുഗറുള്ളവർക്ക് റാഗി വളരെ നല്ലതാണ്. റാഗിയിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് റാഗി കൊണ്ട് എങ്ങനെ പുട്ട് തയ്യാറാക്കാം എന്ന് കാണാം. ആദ്യം നമുക്ക് റാഗി പൊടി ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് റാഗി പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പൊടി ചൂടായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പൊടി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ പുട്ടുപൊടിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നത് കൊണ്ട് നല്ല മണവും ടേസ്റ്റും കിട്ടുന്നതാണ്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി പുട്ട് നനയ്ക്കാനായിട്ട് ഉപ്പ് പാകത്തിന് വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പാകത്തിനാണ് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണേ. ഇത് കുറച്ച് ചേർത്ത് നമുക്കൊന്ന് നനച്ചെടുക്കണം. കുറച്ച് ചേർത്ത് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. പൊടി നനയ്ക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മതി. പൊടി കയ്യിലെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പോകണം. ഇതാണ് പുട്ടുപൊടിയുടെ പാകം. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇടവിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കാം. മീതെ അല്പം കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. റാഗി പുട്ടിന് സാധാരണ പുട്ടിനേക്കാൾ കുറച്ചുകൂടി വേവ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ആവി പറക്കുന്ന റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.